ഹായ്, നമുക്ക് വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്ന് എങ്ങനെ നെയ്യും ബട്ടറും ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വീട്ടിൽ ചായക്ക് മേടിക്കുന്ന പാല് തിളപ്പിച്ച് തണുക്കാൻ വെക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പാട എടുത്ത് സൂക്ഷിച്ചാണ് ഞാൻ നെയ്യും ബട്ടറും ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ദിവസവും പാല് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന പാട ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് അത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കൂ കേട്ടോ. 1 മാസം വരെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന പാൽപ്പാട നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. യാതൊരു കംപ്ലൈൻറ്റും വരില്ലേ. നെയ്യ് ഉണ്ടാക്കാൻ എടുക്കുന്ന ദിവസം ഒരു മുന്നേ നമുക്ക് ഈ പാൽപ്പാട എടുത്ത് പുറത്ത് വെക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കാതെ വേണേ അരച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നന്നായി അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് ചേർത്താൽ മതിയേ. തണുത്ത വെള്ളം ചേർത്ത് 2-3 മിനിറ്റ് ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബട്ടർ മുകളിലും അതിൻ്റെ അകത്ത് വെള്ളം താഴെയായിട്ട് കിടക്കും കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ബട്ടർ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ജാറിൽ നിന്നും കോരിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് പാലിൻ്റെ അംശവും വെള്ളത്തിൻ്റെ അംശവും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാട മുഴുവനും ഇതേ പ്രോസസ്സിൽ തന്നെ അടിച്ചെടുത്ത് പിഴിഞ്ഞ് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം കേട്ടോ. കൈവച്ച് പിഴിഞ്ഞെടുക്കുന്നത് അതിലെ വെള്ളാംശം പോയി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട ബട്ടറും കൂടെ നമുക്ക് നന്നായി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് വെള്ളം ശരിക്കും പോകുന്ന വരെ പിഴിഞ്ഞെടുക്കാവേ. അങ്ങനെ പിഴിഞ്ഞ് കിട്ടുന്നത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ബട്ടറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് വീട്ടാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ബാക്കി വന്ന ബട്ടർ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തേ. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്യ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടിയിടരുതേ. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പം ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. ബട്ടർ നന്നായി മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് പതഞ്ഞു പൊങ്ങുവേ. അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നെയ്യ് മുകളിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അതിൻ്റെ പാലിൻ്റെ അംശമുള്ളത് താഴേക്ക് പോകുന്നത് നമുക്ക് തിരിച്ചറിയാവേ. ഇപ്പോൾ ഏകദേശം നെയ്യ് പാകമായിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് നെയ്യിൽ വെള്ളം പറ്റിയോന്ന് അറിയുന്നതിനും നെയ്ക്കൊരു നല്ല മണം കിട്ടുന്നതിന് വേണ്ടി 2 ഇല തുളസിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തുളസിയില ചേർത്ത് കഴിയുമ്പോൾ നന്നായി ഒന്ന് പതഞ്ഞു വരും കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാമേ. ഈ നെയ്യ് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് അരിച്ചെടുത്ത് വെക്കാം കേട്ടോ. വീട്ടിൽ മേടിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് ഞാൻ ഇത്രയും ബട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നെയ്യുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യാൻ മറക്കരുതേ.